എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായ നല്ലൊരു ഡ്രിങ്കാണ്. ഇത് കുടിച്ചാൽ ക്ഷീണം പോയാൽ വരിക കാണുകയില്ല. ഇത് ദാഹവും ക്ഷീണവും എല്ലാം മാറിക്കിട്ടും. അത്രക്കും ഹെൽത്തിയായ ഒരു ഡ്രിങ്കാണ്. ഇനി വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഇതിന് വെറും 3 സാധനങ്ങൾ മാത്രമാണ് വേണ്ടൂ. ഇത് കൂവയാണ് കാച്ചിയെടുക്കുന്നത്. ഞാൻ ഇടുന്നത് കൂവപ്പൊടിയാണ്. ഒരു 3 സ്പൂൺ കൂവപ്പൊടിയാണ് ഇടുന്നത്. ഇത് തന്നെ ഇട്ടാൽ ഒരുപാട് പേർക്ക് കുടിക്കാനുള്ള ഉണ്ടാവും. ഇത് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 സ്പൂൺ കൂവപ്പൊടി ഇട്ട് അത് നല്ലവണ്ണം നമുക്ക് കലക്കിയെടുക്കണം. കട്ടയൊന്നും കൂടാതെ നല്ലവണ്ണം കലക്കിയെടുക്കണം. അതിനു വേണ്ടി ഞാൻ എടുത്തത് സാധാ പശുവിൻ പാലല്ല, തേങ്ങാപ്പാലയാണ്. തേങ്ങാപ്പാൽ 2ാം പാൽ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കുറേ ഒഴിച്ചിട്ടാണ് ഞാനിത് കലക്കുന്നത്. നല്ലവണ്ണം കട്ട കൂടാതെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചതാണ്. തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ച് കലക്കി വെച്ചതാണ്. ഇനി നമുക്ക് 2ാം പാൽ ഫുള്ളും പാർന്ന് നല്ലവണ്ണം കലക്കിയെടുക്കാം. മുൻപാൽ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അവസാനമാണ് ഒഴിക്കുക. നിങ്ങൾക്കെല്ലാം അറിയാലോ. ഇനി അല്പം ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് അല്പമാണ് വേണ്ടത്. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞങ്ങൾക്കെല്ലാത്തിനും മധുരം അല്പം കൂടുതലാണ്. അതുകൊണ്ടാണ് പഞ്ചസാര ഞാനൊരു 4 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. 5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി പോരെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലവണ്ണം കൂട്ടി ഇളക്കി ചേർത്ത് വെച്ച് അവസാനമാണ് ഇത് ഞാൻ അടുപ്പത്ത് വെക്കുന്നുള്ളൂ. ഇനി അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം പശു നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പശു നെയ്യ് ഒഴിക്കാത്തത് എൻ്റെ അടുത്ത് തേങ്ങ വെന്ത് വെച്ച വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിച്ചാൽ ദാഹവും ക്ഷീണവും നല്ലവണ്ണം മാറിക്കിട്ടും. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം. കാച്ചിയതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയായ ഡ്രിങ്കാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഉള്ളി മൊരിഞ്ഞ് അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഇത് തീ കത്തിച്ചാൽ നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കട്ട പിടിച്ച് പോകും. ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കട്ടപ്പിടിച്ച് പോകും. ഇത് ഞാൻ ഇളക്കുന്നത് കുറേ കാണിക്കാതെ ഇരുന്നതാണ്. ഇത് നിങ്ങൾ അവസാനമാണ് ഞാനിത് കാണിച്ചിട്ടുള്ളൂ. നല്ലവണ്ണം കട്ട പിടിച്ച് വന്നേരം. ഇത് ഞാൻ മുൻപാൽ എടുത്ത് വെച്ചതാണ്. അത് 2 ഗ്ലാസ് ഉണ്ട്. ആദ്യം ഞാനൊരു 3-3.5 ഗ്ലാസോളം 2ാം പാൽ പാർന്നിരുന്നു. ഇപ്പോൾ ഞാൻ മുൻപാലാണ് ഒഴിച്ചത്. അതൊരു 2 ഗ്ലാസ് ഉണ്ടായിരുന്നു. മുൻപാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായാൽ മതി. അതിറക്കി ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അധികം വെള്ളം പോലെയൊന്നുമല്ല ആക്കിയത്. ഒത്ത ജ്യൂസിലാണ്. ഒത്ത കട്ടിയുണ്ട്, ഒത്ത ജ്യൂസുമുണ്ട്. അധികം വെള്ളം പോലെ ആക്കാതെയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വെള്ളം പോലെയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി. ഞങ്ങളിത് ഇങ്ങനെയാണ് ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇത് നല്ലൊരു ക്ഷീണവും ദാഹവും ഒക്കെ മാറുന്ന ഒരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. സാധാരണ നമ്മൾ കൂവ കാച്ചുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് വറളും കഴിച്ച് പിന്നെ വെറും കൂവപ്പൊടി കലക്കിയിട്ട് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് കാച്ചി എടുത്തിട്ടാണ് ഗർഭിണികൾക്കും പിന്നെ ക്ഷീണം പിടിച്ചാൽ തലചുറ്റലിന് ഛർദിക്കും ഒക്കെ ഇത് കാച്ചി കൊടുക്കൽ അങ്ങനെയാണ്. ഈ തേങ്ങാപ്പാലും ഇങ്ങനെയൊക്കെ പിഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുവാൻ വേണ്ടി ടേസ്റ്റ് വേണ്ടിയിട്ട് കാച്ചിയതാണ് ഇങ്ങനെ. അല്ലാതെ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ക്ഷീണമോ തലചുറ്റലോ ഒക്കെ വരുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല കാച്ചുക. വെറും ചെറിയുള്ളി ഇട്ട് വറളും കഴിച്ച് പതപ്പിച്ച് കൂവപ്പൊടി ഇട്ട് കലക്കി പതപ്പിച്ചെടുത്തിട്ടാണ് ഉമ്മയൊക്കെ ഞങ്ങൾക്കൊക്കെ ക്ഷീണമൊക്കെ ആകുമ്പോൾ തരുത്ത്. തലചുറ്റലും ഛർദിക്കും എല്ലാത്തിനും എല്ലാ സൂക്കേടിനും ഇത് നല്ലതാണ്. എല്ലാ ക്ഷീണവും മാറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ.